ഒരു പുതിയ വാർത്ത വരുന്നു. ധർമ്മസ്ഥല കേസിൽ SIT അന്വേഷണത്തിന് തിരിച്ചടി. അന്വേഷണം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഉത്തരവിട്ടു. സൗജന്യ ആക്ഷൻ കമ്മിറ്റി സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. അതേസമയം 2 പതിറ്റാണ്ടുകളായി ധർമ്മസ്ഥലയിൽ നിന്നും നിരവധി ആളുകളെ കാണാതായ കേസുകളിൽ അന്വേഷണം തുടരാനും കോടതി ഉത്തരവ്. KV ബൈജു വിവരങ്ങളുമായി ചേർന്നു. ബൈജു, വിശദാംശങ്ങൾ. ഭവ്യ, ഈ SIT അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ SIT രൂപീകരിച്ചത് തന്നെ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ദുരൂഹ മരണങ്ങൾ, അതുപോലെ തന്നെ ആളുകളെ കാണാതായ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കാനാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പരാതിക്കാരായ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് നേരെയായിരുന്നു വലിയ തോതിലുള്ള അന്വേഷണം നടന്നത്. പ്രത്യേകിച്ച് നിരന്തരം ഇവരെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ, അതായത് ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരെ നിരന്തരം ഇത്തരത്തിൽ വിളിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇതിൽ തുടർ അന്വേഷണം, അതായത് ഈ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ചും അതുപോലെ തന്നെ കൊലപാതകങ്ങൾ സംബന്ധിച്ചും ഒരു അന്വേഷണം നടത്താനാണ്, അത് തുടർന്ന് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം ധർമ്മസ്ഥലയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്തിമഘട്ടത്തിലെത്തിയതിനൊക്കെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഭവ്യ, ബൈജു, എന്തൊക്കെയാണ് കോടതി നിരീക്ഷണങ്ങൾ? കോടതി എന്താണ് പറയുന്നത്? പ്രധാനമായും കോടതി പറഞ്ഞത് ഈ അന്വേഷണത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് ഈ SITയുടെ അന്വേഷണത്തിൽ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് സ്റ്റേ ചെയ്തുകൊണ്ട് കോടതി ഉത്തരവ് ഇത്തരത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ആക്ഷൻ കമ്മിറ്റി നേതാക്കളായ മഹേഷ് ഷെട്ടി തിമരോടി, അതുപോലെ തന്നെ ഗിരീഷ് മട്ടന്നവർ, വിട്ടൽ ഗൌഡ, ജയന്ത് ടി എന്നിവരെ നിരന്തരം വിളിച്ചു വരുത്തുകയും അനാവശ്യമായി ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നതെന്നാണ് പ്രധാനമായും ഈ ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചിരുന്നത്. അത് കണക്കിലെടുത്താണ് ജസ്റ്റിസ് മുഹമ്മദ് നവാസ് ഇത്തരത്തിൽ ഈ പ്രവൃത്തി, ഈ SITയുടെ ഈ പ്രവൃത്തി സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ S ബാലനും അതുപോലെ തന്നെ ദീപക് ഗോസലിയുമാണ് ഹാജരായത്. ഇതിൽ ഈ കേസിൽ ആദ്യഘട്ടത്തിൽ BNS 183 പ്രകാരം ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരെ സാക്ഷികളായാണ് വിളിച്ചു വരുത്തിയത്. എന്നാൽ നിലവിൽ ഇവർ കേസിൽ സംശയിക്കപ്പെടുന്നവരാണെന്നാണ് പ്രത്യേക സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജഗദീഷ് കോടതി അറിയിച്ചത്. ഏതായാലും ഈ FIRലെ അന്വേഷണമാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ധർമ്മസ്ഥലയിൽ നിന്നും ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കാണാതായതും അതുപോലെ തന്നെ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ആ കേസുകളിൽ തുടരന്വേഷണം വേണം. ധർമ്മസ്ഥല പോലീസിലും അതുപോലെ തന്നെ ബെൽത്തങ്ങാടി പോലീസിലും രജിസ്റ്റർ ചെയ്ത കേസിൽ അതിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇനി വരും ദിവസങ്ങളിൽ SITയുടെ നീക്കം എന്ത് എന്നത് തന്നെയാണ് ധർമ്മസ്ഥലയിൽ ഇപ്പോൾ കാത്ത് ഇരിക്കുന്നതും. ഭവ്യ, ശരി, KV ബൈജു ആണ് വിവരങ്ങൾ.